ഒരൊറ്റ വീഡിയോയിൽ നമ്മുടെ 6 ചാപ്റ്റേഴ്സിന്റെയും എല്ലാ ഇമ്പോർട്ടന്റ് ഫിഗേഴ്സും, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം തന്നെ ഏതൊക്കെ ചിത്രങ്ങളാണെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബയോമോളിക്യൂൾസ് ആണ് അല്ലെ. ഫിഗർ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഇല്ലസ്ട്രേഷൻസ് തന്നിട്ടും ചോദ്യം വരാം. അപ്പൊ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചോളാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഷുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ആണ്. ലിപ്പിഡ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കൊഴുപ്പുകൾ, എണ്ണകൾ വരും, ഫാറ്റ്, ഓയിൽസ്. പ്രോട്ടീനുകൾക്ക് എക്സാമ്പിൾ ആണ് ഹോർമോൺ, അതുപോലെ തന്നെ എൻസൈമുകൾ. സ്റ്റാൻഡാണ് ന്യൂക്ലിക് ആസിഡിന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ DNA ആൻഡ് RNA എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് അമീബയും ജന്തുക്കളും തമ്മിലുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന്. ഇതാണ് ഇവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഡയറക്റ്റ് അവരുടെ സെൽ മെംബ്രെയിൻ കൂടിയാണ് പോകുന്നത്. ആൻഡ് ഇതാണ് കോശങ്ങൾക്കിടയിലുള്ള ദ്രവം. അപ്പൊ ബാഹ്യ പരിസരത്തിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് വരുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കോശങ്ങൾക്കിടയിലുള്ള ദ്രവം ജന്തുക്കളുടെ കേസിൽ അതാണ് അവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി പ്ലാന്റ്സിന്റെ കേസിലേക്ക് വരുമ്പം ഇവർക്ക് അപ്പോപ്ലാസ്റ്റ്, സിംപ്ലാസ്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം 3 രീതിയിൽ, ഒന്ന് സെൽ വോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴി ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യും പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ പിന്നെ പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ് പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഈ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആക്കി ചിന്തിച്ചു വെക്കണം. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ക്ലിയർ അല്ലേ മക്കളെ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നോക്കുക. ഈ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇവിടെ ഏത് പ്രോസസ് ആണ് കാണിക്കുന്നത് എന്നുള്ളത് കേട്ടോ. സോ നമുക്ക് കാണാൻ പറ്റും ഇത് ഓസ്മോസിസ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. അപ്പം ഒരു ഫിഗർ നിങ്ങൾ എടുക്കുമ്പോൾ, ഈ ഒരു ഫിഗർ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം പ്ലാസ്മ മെംബ്രെയിൻ ഇതാണ് സെൽ മെംബ്രെയിൻ. സോ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സെല്ലുമായിട്ട് കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ ഈ പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ വാട്ടർ ഡയറക്റ്റ് ആയിട്ട് ഹൈ കോൺസെൻട്രേഷൻ, ലോ കോൺസെൻട്രേഷൻ പോകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പഠിക്കുന്ന ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓസ്മോസിസ്. അപ്പൊ ഓസ്മോസിസ് നിങ്ങളോട് പറയാൻ, അല്ലെങ്കിൽ ഓസ്മോസിസുമായി ബന്ധപ്പെട്ട പരീക്ഷണം എഴുതാൻ ചോദിച്ചാൽ ഓർത്ത് വെക്കണം, ഒരു ലീഫ് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് പീസസ് ആക്കി ഫ്രഷ് വാട്ടറിൽ ഇട്ട് കഴിയുമ്പം അതർ ദെൻ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ, ചിലത് എന്ത് ചെയ്യുന്നു, സാധാരണ ഒരു ഉപ്പ് വെള്ളത്തിൽ വിടുന്നു. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സോൾട്ട് വാട്ടറിലുള്ള, ഉപ്പ് വെള്ളത്തിലുള്ള ഇല എന്ത് ചെയ്യും, ചുരുങ്ങി പോയിട്ടുണ്ടാകും. സാധാ വെള്ളത്തിലുള്ളത് അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, ഹയർ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷൻ വാട്ടർ എന്ത് ചെയ്യാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ഓസ്മോസിസ് എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി, ഇവിടെ കണ്ടില്ലേ സോൾട്ടുകൾ, വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ സെപ്പറേറ്റഡ് ബൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ. കുറച്ച് നേരം കഴിയുമ്പോൾ സോൾട്ട് വാട്ടർ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. വാട്ടറിന്റെ മോളിക്യൂൾ മൂവ് ചെയ്ത് ഈക്വൽ പ്രപ്പോർഷനിലേക്ക് മൂവ് നമുക്ക് കാണാൻ പറ്റും. ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലുള്ള വാട്ടറിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്സിജൻ മോളിക്യൂൾസ് പോകുന്നത് അല്ലെ. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ഡിഫ്യൂഷൻ എന്നാണ്. ഡിഫ്യൂഷൻ. സാധാരണ വാതകങ്ങൾ ഹയർ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിൽ പോകുന്നതാണ്. സോ ഫിഗർ തന്നിട്ട് ഇത് ഏതാണ് മോളിക്യൂൾ എന്ന് ചോദിക്കാം. ഓക്സിജൻ ആണ്. സെൽ മെംബ്രെയിനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഡിഫ്യൂഷൻ. ഇനി അടുത്തത് ഇവിടെ കണ്ടോ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇവിടെ നിങ്ങൾക്കറിയാം എനർജി ഒന്നും ആവശ്യമില്ല, പക്ഷെ എന്തും ആവശ്യമുണ്ട്, കരിയർ പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും ആവശ്യമാണ്. ഈ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം, കരിയർ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് കൂടുതലുള്ളിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്കാണ് പോവുക. ഗ്ലൂക്കോസും അയോൺസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ എനർജി ആവശ്യമുണ്ട്. അത് മാത്രമല്ല കുറഞ്ഞ ഗാഢതയിൽ നിന്ന് കൂടിയ ഗാഢതയിലേക്ക്, ലോ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് ഇത് പോകുന്നത്. ആൻഡ് സെർട്ടൈൻ കരിയർ പ്രോട്ടീൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. കരിയർ പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. യെസ്. ഇനി അടുത്തത് നമ്മൾ ഫോട്ടോസിന്തസിസിലേക്ക് വരുമ്പോൾ ഈ ഒരു ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സ്ട്രോമ കാണാം, ഫ്ലൂയിഡ് പാർട്ട്. ഇത് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് സ്ട്രോമ ലാമെല്ല. ചെറിയ ചെറിയ കോയിൻ പോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ് എന്ത്, നമ്മുടെ ഈ ഒരു തൈലക്കോയിഡ് ഒരു സാക്കിനെ നമ്മൾ പറയുന്നത് ഗ്രാന എന്നാണ്. അപ്പൊ മീസോഫിൽ സെല്ലിലാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് എന്നും കൂടെ മനസ്സിലാക്കി വെക്കണം. ക്ലോറോപ്ലാസ്റ്റിലാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഫോട്ടോസിന്തസിന് 2 ഫേസ് ഉണ്ട്. ഒന്നാമത്തേത് ലൈറ്റ് ഫേസും രണ്ടാമത്തേതാണ് ഡാർക്ക് ഫേസും, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. അപ്പൊ ലൈറ്റ് ഫേസ് നടക്കുന്ന എവിടെയാണ്, ഗ്രാനയിലും. ഇരുണ്ട ഘട്ടം നടക്കുന്ന സ്ട്രോമയിലുമാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് ജലത്തെ വിഘടിക്കുന്നു, എന്നിട്ട് ATPനെ റിലീസ് ചെയ്യുന്നു. ആ ATPനെ ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ടാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അത് സ്ട്രോമയിൽ വെച്ചിട്ടാണെന്നും
ഈ ചിത്രം തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണെന്ത്, എങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ്. സ്റ്റാർച്ച് ആയിട്ടും ഫ്രക്ടോസ് സൂക്രോസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഫാറ്റ്, പ്രോട്ടീൻ, വിറ്റാമിൻസ് ഒക്കെ ആയിട്ടും നമ്മുടെ ഭക്ഷണം ഇലകളിൽ അല്ലെങ്കിൽ പൂക്കളിൽ എല്ലായിടത്തുമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ പല രൂപത്തിലായിട്ടാണ് ഈ ഗ്ലൂക്കോസിനെ ഇവർ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പ്ലാന്റ്സിനെ ചോദിച്ചാൽ ഈ ചിത്രം പുറത്ത് വെക്കുക. റബ്ബർ, ലാറ്റക്സ്, മെഡിസിൻസ്, ബയോ പെസ്റ്റിസൈഡ്സ്, ഡ്രിങ്ക്സ് ആയിട്ടും സ്പൈസസ് ആയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലാന്റ്സ്. അതുകൊണ്ടാണ് വെൽത്ത് എന്ന് നമ്മൾ പറയുന്നത്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെൽത്ത് ആണെന്ന് പറയാനുള്ള കാര്യം ഇത്തരത്തിലുള്ള ഇക്കണോമിക് ഇമ്പോർട്ടൻസും കൂടെ വരുന്നുണ്ട്. ഇനി ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷനിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് ഇൻജഷൻ, ആഹാരം സ്വീകരണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡൈജഷൻ, ദെൻ അബ്സോർപ്ഷൻ ആഗിരണം, അസിമിലേഷൻ സ്വാംശീകരണം എന്നും കൂടെ പഠിക്കാം. സ്വാംശീകരണം, ദെൻ ഇജഷൻ, ദെൻ അവശിഷ്ടങ്ങളെ പുറന്തള്ളുന്നു. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് അമീബയിലുള്ള ഈ ഒരു പിക്ചർ. ഇതേ പല തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ആദ്യം ഫുഡ് അടുത്തെത്തുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, സ്യൂഡോപോഡിയ, കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണത്തെ അകത്താക്കുന്നത്. എന്നിട്ട് അവർ ഫുഡ് വാക്യൂളിനുള്ളിൽ ദഹിപ്പിക്കും. അതിന് വേണ്ട എൻസൈം അവർക്കുണ്ട്. എന്നിട്ട് വേസ്റ്റിനെ പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രയിലെ പോഷണം എന്ന് പറഞ്ഞാലോ, ഇവര് ഹൈഡ്ര എന്ത് ചെയ്യുന്നു, പ്രേനെ പാരലൈസ് ചെയ്യും. എന്നിട്ട് വെച്ചിട്ട് ടെന്റക്കിൾസ് യൂസ് ചെയ്തിട്ട് ഈ ടെന്റക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഈ പാരലൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്ന നിഡേറിയയിൽ പഠിക്കുന്നത്. അവർക്ക് ടെന്റക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് ആ മൗത്തിലേക്ക്, ബോഡി ക്യാവിറ്റിയിലേക്ക് ഇതിനെ എടുക്കും. എന്നിട്ട് അവിടെ ഡൈജഷൻ ആരംഭിക്കും. എൻസൈംസ് ഉണ്ട്. എൻസൈംസ് വെച്ചിട്ട് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ, കോശബാഹ്യ ദഹനമാണ് നടത്തുന്നത്. എന്നിട്ട് ഈ എൻസൈംസ് എന്ത് ചെയ്യുന്നു, ഫുഡ് വാക്യൂമിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കും. എന്നിട്ടോ വേസ്റ്റിനെ, അവശിഷ്ടങ്ങൾ ഇവർ പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. ഇനി ഡൈജഷൻ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫുഡിനെ എന്ത് ചെയ്യുന്നു, സ്മോളർ പാർട്ടിക്കിളായി ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചവയ്ക്കുന്നതും കടിക്കുന്നതും നമ്മുടെ പെരിസ്റ്റാൾസിസ്, കോൺട്രാക്ഷൻസും ഇതൊക്കെ എന്താണ്, മെക്കാനിക്കൽ ഡൈജഷൻ ആണ്, അല്ലെങ്കിൽ യാന്ത്രിക ദഹനമാണ്. എന്നാൽ രാസിക ദഹനം എന്ന് പറഞ്ഞാൽ ഇവിടെ എൻസൈമിന്റെ ആക്ഷൻ ആണ് വരുന്നത്. നമ്മുടെ സലൈവറി എൻസൈംസ്, പെപ്റ്റൈഡുകൾ, അതുപോലെ ട്രിപ്സിൻ എൻസൈംസ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെപ്സിനും ട്രിപ്സിനും ഒക്കെ ഉപയോഗിച്ച് ദഹിപ്പിക്കുന്നതിന് നമ്മൾ രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ എന്നാണ് പറയുക. അടുത്ത ഇമ്പോർട്ടന്റ് ഫിഗർ ആണ് ഈ ഒരു ടീത്തിന്റെ ഫിഗർ. 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏറ്റവും പുറമേ കാണുന്നത് ഇനാമൽ ആണെന്ന് ഓർത്ത് വെക്കാം. ഹാർഡസ്റ്റ് കവറിംഗ് ആണ്, നോൺ ലിവിംഗ് ആണ്, ഡെന്റൈൻ ലിവിംഗ് ടിഷ്യൂ ആണ് ടൂത്ത് ഫോം ചെയ്യുന്നത്. പൾപ്പ് ക്യാവിറ്റി, ഇവിടെ ബ്ലഡ് കാപ്പിലറി നമുക്ക് കാണാൻ പറ്റും, ഒഡന്റോബ്ലാസ്റ്റ് സെൽസ് കാണാൻ പറ്റും. പിന്നെ താഴെ ഇതിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഭാഗമാണ് സിമെന്റം എന്ന് പറയുന്നത്. സോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അതിന്റെ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കാം. ആമാശയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആമാശയത്തിലുള്ള പെരിസ്റ്റാൾസിനെ ഹെൽപ്പ് ചെയ്യുന്നത് സർക്കുലാർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികളാണെന്ന് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും പെരിസ്റ്റാൾസിസും സെഗ്മെന്റേഷൻ നടത്തുന്നുണ്ട്. ഒരു സെഗ്മെന്റ് തിരിച്ച് ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചിത്രം തന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ഓർത്തോളാം, ഇത് പെരിസ്റ്റാൾസിസ്, ഇത് സെഗ്മെന്റേഷൻ ആണ്. ഇനി നമ്മുടെ ഫുഡ് നമ്മൾ വിഴുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം ഇവിടെ തൊണ്ടയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയാണ് പാലേറ്റ്, ഓവുല, ഫാരിങ്സ്, ഈ ഭാഗമാണ് എപ്പിഗ്ലോട്ടസ്, ഇതാണ് നമ്മുടെ ഈസോഫാഗസ്, ഇതാണ് നമ്മുടെ ട്രക്കിയ. അപ്പൊ ഭക്ഷണത്തെ പ്രോപ്പറായിട്ട് നമ്മുടെ അന്നനാളത്തിലേക്ക്, നമ്മുടെ ഫുഡ് പൈപ്പിലേക്ക് തന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എപ്പിഗ്ലോട്ടസ് ഉള്ളത്. അത് എന്ത് ചെയ്യും, ട്രക്കിയെ ക്ലോസ് ചെയ്ത് വെക്കും. അപ്പൊ പ്രോപ്പറായിട്ട് ഫുഡ് എങ്ങോട്ട് പോകും, ട്രക്കിയിലേക്ക് പോകാതെ നമ്മുടെ ഈസോഫാഗസിലേക്ക് തന്നെ പോകും. അപ്പം ശ്വാസനാളത്തിലേക്ക് പോകാതെ അന്നനാളത്തിലേക്ക് കറക്റ്റ് ഫുഡ് എത്തിക്കാനാണ് ഈ ഒരു ഭാഗമുള്ളത്. ഇനി ഈ ഒരു ഫ്ലോ ചാർട്ടും കൂടെ പഠിച്ചു വെച്ചോല. ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ഹെൽപ്പ് ഓഫ് പാലേറ്റ്, അല്ലെ, അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. എന്നിട്ടോ ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസാഗോരത്തെ ചെറുനാക്ക് എന്ത് ചെയ്യുന്നു, തടയുന്നു, അടയ്ക്കുന്നു. അപ്പൊ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ടങ് അലോ ഫുഡ് മൂവ് ടു എപ്പിഗ്ലോട്ടസ്. അങ്ങനെ എപ്പിഗ്ലോട്ടസിലൂടെ ഈസോഫാഗസിലേക്കാണ് പോകുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നിർത്താൻ സഹായിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർത്ത് വെക്കണം. മൗത്ത്, വായ, പിന്നെ ഈസോഫാഗസ്, പിന്നെ സ്റ്റൊമക് ആമാശയം, അത് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ റെക്ടം, ഏനസ് വഴി പോകുന്നു മലാശയം, മലദ്വാരത്തിലൂടെ. ഇവരെ സഹായിക്കുന്ന 2 ഭാഗങ്ങളാണ് നമ്മുടെ ലിവറും അതുപോലെ തന്നെ പാങ്ക്രിയാസും. ലിവറിലാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പാങ്ക്രിയാസ് ആണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കാം. പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് വില്ലസിന്റെ ചിത്രം. വില്ലസിന്റെ ചിത്രം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെൽസ്. കണ്ടോ, ഈ പുറമെയുള്ള ഒറ്റ നിര കോശങ്ങൾ കാണാം. ആൻഡ് ഈ ചുറ്റും കാണുന്നതാണ് നമ്മുടെ രക്തലോമികൾ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വലിയ കട്ടിയുള്ള കുഴൽ കണ്ടാൽ അത് ലാക്റ്റിയിലാണെന്ന് ഓർത്ത് വെക്കുക. ഫാറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലാക്റ്റിയിൽ വഴിയുമാണ്.
ഇനി ബ്ലഡിനെ നമ്മൾ രണ്ടാക്കി തിരിക്കുമ്പോൾ പ്ലാസ്മയുണ്ട്, പ്ലാസ്മയിൽ വാട്ടറും അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോട്ടീൻസ് കാണാം, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രനോജൻ, പിന്നെ മറ്റ് കമ്പോണൻസും ഉണ്ട്. ബ്ലഡ് സെൽസ് ആണെങ്കിലും റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. റെഡ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധത്തിന് സഹായിക്കുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. അപ്പം ബ്ലഡിന്റെ കമ്പോണന്റിലെ ഓരോ ഫംഗ്ഷൻസും പഠിച്ചു വെക്കാം. ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെ ഫോം ചെയ്യുന്നു? ഈ ചിത്രം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ധമനികളും അതുപോലെ തന്നെ സിരകളും ചേരുന്നിടത്ത് കാപ്പിലറീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ കാപ്പിലറീസിൽ നിന്ന് ഊർന്നിറങ്ങുന്ന രക്തമാണ് ടിഷ്യൂ ഫ്ലൂയിഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോസ് ത്രൂ കാപ്പിലറി ഫ്ലൂയിഡ് പാർട്ട് ഓസസ് ഇൻ ടു ദ ഇൻട്രാസെല്ലുലാർ സ്പേസ് ത്രൂ മൈന്യൂട്ട് പോർസ് ഓഫ് ദ കാപ്പിലറി വാൾ. ദസ് ഫ്ലൂയിഡ് ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പൊ ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലൂടെ ചെറു സുഷിരങ്ങളുടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊർന്നിറങ്ങുന്ന കാണാം. അതാണ് നമ്മൾ ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ലിംഫ് എന്ന് പറഞ്ഞാലോ ഈ ടിഷ്യൂ ദ്രവം തന്നെ ലിംഫ് കാപ്പിലറീസിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലിംഫ് എന്ന് പറയുന്നു. അപ്പൊ ഡൈജഷൻ, ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലിംഫിലൂടെയാണ്. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട് എന്ന് ഓർത്ത് വെക്കണം. ഒന്ന് ലിംഫ്, ലിംഫ് വെസല്, ലിംഫ് നോഡ്, സ്പ്ലീന്, ബോൺമാരോ, തൈമസ്. ഇവിടെയാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും ആൾക്കാരാണ്. ഈ ചിത്രം കണ്ടാലും ഐഡന്റിഫൈ ചെയ്യണം. ഇത് ലിംഫ് വെസല്, ഇത് സ്പ്ലീന്, ലിംഫ് നോഡുകൾ. ക്ലിയർ? ചിത്രം വന്നാൽ അടയാളപ്പെടുത്താൻ പഠിക്കാം. പിന്നെ ആർട്ടറി, കാപ്പിലറി, വെയിൻസ്. ചിത്രം തന്നാൽ മനസ്സിലാക്കണം. ഇവിടെ വാൽവ് ഉണ്ടെങ്കിൽ അത് വെയിൻ ആണെന്ന് ആലോചിക്കുക. വണ്ണമുള്ള കുഴലാണെങ്കിൽ ആർട്ടറി എന്ന് ആലോചിക്കുക. ചെറിയ കുഴലാണെങ്കിൽ അത് കാപ്പിലറി ആണെന്ന് ആലോചിക്കുക. ആർട്ടറി തിക്കാണ്, ഇലാസ്റ്റിക് ആണ്, ഓക്സിജനേറ്റഡ് രക്തമാണ് കൊണ്ടുപോകുന്നത്. വെയിൻസ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ രക്തമാണ്. അവർക്കൊരു വാൽവുകൾ കാണാൻ പറ്റും. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർ, ഒറ്റ നിര കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ആൻഡ് ബ്ലഡ് ഫ്ലോസ് ഇൻ ലോ പ്രഷർ. ക്ലിയർ? അപ്പൊ അത് മനസ്സിലാക്കി വെക്കണേ. പിന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ് എന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഈ കുടലിൽ നിന്ന് വരുന്ന രക്തത്തെ ആദ്യം കരളിലേക്ക് കൊണ്ടുപോകുന്നത് പോർട്ടൽ വെയിൻ ആണ്. അവിടെ നിന്ന് അത് ഹെപ്പാറ്റിക് വെയിൻ വഴിയാണ് വീന കവയിലേക്ക് എത്തുന്നത്. ഇത് പ്രോപ്പറായിട്ട് ഫ്ലോ ചാർട്ട് വെച്ച് പഠിക്കണം. ഈ ഭാഗം തന്നിട്ട് അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഫ്ലോ ചാർട്ട് തന്നിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ കുടലിൽ നിന്ന് പോർട്ടൽ സിര വഴി നമ്മുടെ കരളിലെത്തുന്നു. കരളിൽ നിന്ന് ഹെപ്പാറ്റിക് സിര വഴി വീനക്കാവ് വഴി ഹാർട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഹാർട്ടിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഹാർട്ടിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? ഇവിടെ നമുക്ക് പെരികാർഡിയം കാണാം. പെരികാർഡിയത്തിന് പുറത്തായിട്ട് റിബ്സ്, വാരിയെല്ലുകളുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റേണം അല്ലെങ്കിൽ മാറല് കാണാൻ പറ്റും. ഓക്കെ, സ്റ്റേണം, റിബ്സ് വെർട്ടിബ്രൽ കോളത്തിന്റെ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലാണ്. ഹാർട്ടിനെ കവർ ചെയ്ത് പെരികാർഡിയം ഉണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവം എന്ന് പറയും. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഫ്രിക്ഷൻ അതുപോലെ ഈ ഒരു ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ബീറ്റിന്റെ സമയത്ത്. പിന്നെ നമ്മൾ ഹാർട്ടിന്റെ ഭാഗങ്ങൾ പഠിക്കുക. 4 അറകളാണുള്ളത്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. പിന്നെ വെനീക്കാവ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത്. ഹാർട്ടിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നത് അയോട്ട അല്ലെങ്കിൽ മഹാധമനി വഴിയാണ്. പൾമണറി ആർട്ടറിയും പൾമണറി വെയിനും പൾമണറി സർക്കുലേഷനിൽ നമുക്ക് കാണാൻ പറ്റും. അയോട്ടയും വീനക്കാവയുമാണ് സിസ്റ്റമാറ്റിക് സർക്കുലേഷനിൽ ഭാഗമായി വരുന്നത്. പിന്നെ ജോയിന്റ് ഡയസ്റ്റോൾ, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോൾ ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് ഹാർട്ട് ബീറ്റ് ഫോം ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഗ്രാഫിനെയാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഇൻസ്ട്രുമെന്റ് തന്നെ ചോദിക്കാം. ഇതാണ് സ്വിഗ്മോ മാനോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റസ്. നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണിത്, സ്വിഗ്മോ മാനോമീറ്റർ അല്ലെങ്കിൽ BP അപ്പാരറ്റസ്. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് പൾമണറി സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷനും. ഇതിന്റെ കറക്റ്റ് ഓർഡർ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ആയിട്ട് ഊർദ്ധ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വെനിക്കാവ നിന്ന് എന്ത് ചെയ്യുന്നു? ബ്ലഡ് പാർട്സ് ഓഫ് ബോഡിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവന്ന് വീനക്കാവ് വഴിയാണ്. അവിടുന്ന് പ്യൂരിഫൈഡ് ബ്ലഡ് അയോട്ട വഴിയാണ് തിരിച്ചു പോകുന്നത്. ഇനി ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന പൾമണറി ആർട്ടറി തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പൾമണറി വെയിൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി പ്ലാന്റ്സിന്റെ വെസലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സൈലത്തിന്റെ ട്രക്കേഡ് കാണുന്നുണ്ടല്ലോ. ഈ സ്പിൻഡിൽ ഷേപ്പിലുള്ളതാണ് ട്രക്കേഡ്. കുഴലായിട്ട് കാണുന്നതാണ് വെസൽ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് സീവ് ട്യൂബ്. ചെറിയ ചെറിയ ഓപ്പണിംഗ് കാണാം. അതിനോട് ജോയിൻ ചെയ്ത് നിൽക്കുന്നതാണ് കമ്പാനിയൻ സെൽ എന്നും മനസ്സിലാക്കി വെക്കാം. പിന്നെ പ്ലാന്റ്സിന്റെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന 3 പ്രക്രിയകളാണ് ഓസ്മോസിസ്, ട്രാൻസ്പിറേഷൻ, പുള്ള്, അതുപോലെ തന്നെ റൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ കൊയിഷൻ, അഡീഷൻ, ജലതന്മാത്രകളുടെ കൊയിഷനും അഡീഷനും വരുന്നുണ്ട്. ഈ പ്രോസസ്സ് വഴിയാണ് വെള്ളം സോയിലിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അതുവഴി സൈലം വെസൽസിലൂടെ നമ്മുടെ ലീഫ് വരെ എത്തുന്നത് എന്ന് ഓർത്ത് വെക്കണം കേട്ടോ. റെഡി.
ഇനി നമ്മൾ റെസ്പിറേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓർഡർ പഠിക്കണം. നോസ്ട്രൽസ്, നേസൽ കാവിറ്റി, ട്രക്കിയ, ബ്രോങ്കസ്, ബ്രോങ്കിയോൾ, ആൽവിയോളസ് ആണ് ഭാഗങ്ങൾ പഠിക്കണം. ഈ വാരിയെല്ലുകളുടെ ഇടയിൽ കാണുന്ന പേശികൾ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. പിന്നെ താഴെ കാണുന്ന ഈ ഡോം ഷേപ്പിലുള്ളത് ഡയഫ്രം ആണെന്ന് ആലോചിക്കുക. ആൻഡ് റേസ്, നമ്മൾ ഇൻസ്പിറേഷൻ സമയം റിബ്സ് റേസ് ചെയ്യുന്നു, ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു. ഇനി എക്സ്പിറേഷൻ, പുറത്തോട്ട് ശ്വാസം കഴിയുമ്പോഴോ തിരിച്ച് രണ്ടും ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നു, റിബ്സ് താഴുവാണ് ചെയ്യുന്നത്. ആൽവിയോളസിൽ ഓർത്ത് വെക്കുക, ഓക്സിജന്റെ ഗാഢത കൂടുതൽ ആൽവിയോളസിലാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതൽ നമ്മുടെ കാപ്പിലറിയിലാണ്. ഇവിടെ ഏതൊക്കെ രീതിയിലാണ് ഈ ഭാഗങ്ങൾ പോകുന്നത് എന്ന് പഠിച്ചു വെക്കണം. ബ്ലഡ് കാപ്പിലറീസും അതുപോലെ തന്നെ ആൽവിയോളസിലും ഒറ്റ നിര കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഊതുമ്പോൾ നമ്മുടെ എക്സ്പെൽഡ് എയറിൽ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ എയർ ആണ് അല്ലെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ എയർ ആണ് കൂടുതലെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെന്റ്. നമ്മൾ എഴുതിയ ലൈം വാട്ടറിലേക്ക് ഊതി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് മിൽക്കി ആവുന്നത്. ആ പാൽ വെള്ള നിറം ഉണ്ടാവുന്നതിനുള്ള കാരണം എന്താണ്? നമ്മൾ ഊതുന്ന സമയത്ത് നമ്മുടെ വായിലൂടെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണ്. ഈ ചിത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി റെസ്പിറേഷന്റെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് ഗ്ലൈക്കോളിസിസ് ആണ്, രണ്ടാമത്തെ ക്രെബ്സ് സൈക്കിൾ. നോക്കി വെച്ചോളാം, സൈറ്റോപ്ലാസത്തിനാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഇനി ഈ ചിത്രം തന്നിട്ടാ ചോദിക്കുന്നെങ്കിൽ ഓർത്തോളൂ അത് ക്രെബ്സ് സൈക്കിൾ ആണ്. ഓക്കെ. ഈ ഒരു ഗ്യാസ് ട്രാൻസ്പോർട്ട് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ വഴിയും പ്ലാസ്മ വഴിയുമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന 7% പ്ലാസ്മ വഴി, 23% നമ്മുടെ കാർബമിനോ ഹീമോഗ്ലോബിൻ വഴിയാണ്. മൂന്നാമത്തെ നമ്മൾ പഠിക്കുന്നതാണിത് 70% ബൈകാർബണേറ്റുകളുടെ രൂപത്തിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ഓർത്തു വെക്കുക. 270 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആണ് നമ്മുടെ RBCയിലുള്ളത്. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ ആയ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യാം. സ്ത്രീകളിൽ 12 മുതൽ 16 ഗ്രാമാണ് ഡെസിലിറ്ററിലുള്ളത്. പുരുഷന്മാരിലാണെങ്കിൽ 14 മുതൽ 18 ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഹീമോഗ്ലോബിന്റെ ഘടന, അതിന്റെ അളവ്, കാര്യങ്ങൾ മറന്നു പോകരുത്. പിന്നെ അമീബയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സെൽ മെംബ്രെയിൻ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എർത്ത് വേമിനാണെങ്കിൽ സ്കിന്നാണ്, ഫിഷിനാണെങ്കിലോ നമ്മൾ ഗിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സിലേക്ക് വരുമ്പോഴോ ഇതാ ഈ ഒരു ഫിഗർ തന്നാൽ അത് സ്റ്റൊമാറ്റ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇത് ലെന്റിസെൽ ആണ്, ഇത് റൂട്ട് എയേഴ്സ് അല്ലെങ്കിൽ റൂട്ട് സെൽസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷെ ചിത്രം തന്നിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. മറ്റൊരു ഇല്ലസ്ട്രേഷൻ ആണ് അനൈറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ അവായു ശ്വസനം. ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ ലാക്ടിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ്റ്റിലാണെങ്കിലോ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി എക്സ്ക്രീഷന്റെ ഭാഗത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് യൂറിയ സിന്തസിസ്. അത് ലിവറിലാണ് നടക്കുന്നത്. ഇക്വേഷൻ പഠിച്ചു വെക്കുക. അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡും ജലവും എൻസൈംസും കൂടെ ചേർന്നിട്ടാണ് യൂറിയായി മാറുന്നത്. യൂറിയ സിന്തസിസ് നടക്കുന്നത് കരളിലാണെന്ന് എന്ന് ഓർത്തു വെക്കണേ. അത് പുറം തള്ളുന്നതാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ. കിഡ്നിയുടെ ഭാഗം ഓർമ്മയുള്ള കിഡ്നി, റീനൽ ആർട്ടറി, റീനൽ വെയിന്, ഇത് നമ്മുടെ യൂറട്ടർ മൂത്രവാഹി, ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡർ മൂത്രാശയം, യൂറത്ര മൂത്രനാളി എന്ന് ഓർത്തു വെക്കാം. പിന്നെ നമുക്ക് പുറമേയുള്ള ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ട് കോർട്ടെക്സ്, ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ടാണ് മെഡുല്ല എന്ന് ഓർത്തു വെക്കുക. ഇതേ ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ ഡയഗ്രാം ഓർത്തു വെക്കാൻ മറക്കരുത്. സ്ട്രക്ചർ ഓഫ് നെഫ്രോണും ചോദിക്കുന്ന ഭാഗം തന്നെയാണ്, മറന്നു പോകാൻ പാടില്ല. ഇതാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഇതിന്റെ ഉള്ളിലുള്ള കാപ്പിലറീസിനെ ഗ്ലോമറുലസ് എന്നാണ് നമ്മൾ പറയുക. ഇതാണ് അഫറന്റ് വെസൽ, ചെറിയ കുഴലാണ് ഇഫറന്റ് വെസൽ. ഈ പോകുന്ന കുഴലിനെ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയും. മൂത്രത്തെ ശേഖരിക്കുന്നതിന് കളക്ടിംഗ് ഡക്ട് അല്ലെങ്കിൽ ശേഖരണ നാളി എന്ന് പറയും. 3 പ്രോസസ്സ് നടക്കുന്നതാണ്. ഈ ഗ്ലോമറുലസിൽ നടക്കുന്നതാണ് അൾട്രാ ഫിൽട്രേഷൻ, റീനൽ ട്യൂബ്യൂളിൽ നടക്കുന്നത് റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷനുമാണ്. പിന്നെ ഓരോ ഡിസീസ് കണ്ടെത്തുന്ന നോക്കണല്ലേ, ഗ്ലൂക്കോസ് നമ്മൾ യൂറിന്റെ ടെസ്റ്റ് നടത്തുമ്പോൾ യൂറിനില് ഗ്ലൂക്കോസ്, ആൽബുമിൻ ഏതാണോ അടങ്ങിയിട്ടുള്ളത് അതിനനുസരിച്ച് ഡിസീസ് വരുന്നതാണ്. ഈ ടേബിൾ പഠിക്കണം. സ്ഥിരമായിട്ട് നമ്മളിപ്പോ ഓണത്തിന് ക്രിസ്മസ് എക്സാമിന് പഠിക്കൂ. അപ്പൊ ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 എണ്ണങ്ങൾ. അപ്പം ഇത് പഠിച്ചു വെക്കണം. ഡിസീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നെ ഹീമോ ഡയാലിസിന് നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ മതി. ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡയാലിസിൻ യൂണിറ്റിലേക്ക് രക്തം കടത്തി വിടുന്നു. അവിടെ ഡയാലിസിൻ ഫ്ലൂയിഡ് ഉണ്ട്. ഡയാലിസിൻ ഫ്ലൂയിഡിലൂടെ അത് ഡിഫ്യൂസ് ചെയ്തപ്പെട്ട് വെയിൻസിനെ റിമൂവ് ചെയ്യും. എന്നിട്ടോ പിന്നെ ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്ത് തിരിച്ച് നമ്മുടെ വെയിൻസിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇമ്പോർട്ടന്റ് ആണ്, പ്ലാന്റ്സിൽ സ്റ്റൊമാറ്റ ലെന്റിസെൽ വഴി തന്നെയാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പെൽ ചെയ്യുന്നത്. ഹൈഡത്തോട് വഴിയാണ് വെള്ളം എക്സ്പെൽ ചെയ്യുന്നത്. സോൾട്ട്, പിന്നെ സോളിഡ് വേസ്റ്റുകൾ റെസിന്, ബാർക്ക്, അതുപോലെ ഇല കൊഴിയുന്നത് വഴിയാണ്. പിന്നെ ഇതേ ചിത്രം തന്നിട്ടും ചോദിക്കാറുണ്ട്. എല്ലാ എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെ ഫങ്ഷൻസ് പഠിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ ഹാൻഡ് മൂവ്മെന്റ്സിലേക്ക് വരുമ്പോൾ പാരമീസിയം ഞാൻ പറഞ്ഞിരുന്നു സീലിയയാണ്. സീലിയ, യുഗ്ലീന, ഫ്ലജെല്ല. ഫ്ലജെല്ലയാണ്. ഫിഷിന് ഫിന്നും ടെയിലുമാണ്.
ദെൻ സോറി, ഇത് മാറിപ്പോയി, ഞാൻ ഇവിടെ പറഞ്ഞുതരാം. യെസ്, സീലിയ, ഫ്ലജല്ല, ചിറക്, വാല്. തവളയ്ക്ക് ലിംസ് ആണുള്ളത്, കൈകാലുകള്. ഓക്കെ, ഇനി വെയിൽസ് നമുക്കറിയാം തിമിംഗലമാണ് വരിക. ഇവിടെയോ വിങ്സ് ആണ് വരിക, ചിറക്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഫിഗർ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. പിന്നെ ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്, എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. ആക്റ്റിൻ, മയോസിൻ, ഫിലമെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ 3 മസിലാണ്, സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, അതുപോലെ തന്നെ ഹൃദയപേശി. 3 ഫിഗറും ഐഡന്റിഫൈ ചെയ്യണം. ഇത് സിലിണ്ടറിക്കൽ ആണെന്ന് ഓർക്കുക, ഇത് സ്പിൻഡിലാണെന്ന് ഓർക്കുക. ഹൃദയപേശി ആണെങ്കിൽ ബ്രാഞ്ചസ്, ശാഖകൾ ഉണ്ടാവും എന്ന് ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് ഫ്ലെക്സർ മസിലും എക്സ്റ്റൻസർ മസിലുമാണ്. മേലെ കാണുന്നതാണ് ഫ്ലെക്സർ മസിൽ, താഴെ കാണുന്നതാണ് എക്സ്റ്റൻസർ മസിൽ കേട്ടോ. മേലെ മടക്കൽ പേശി, താഴെ നിവർത്തൽ പേശി. പിന്നെ ഈ ഒരു ചിത്രം ഓർത്തു വെക്കണം. സെന്ററിലുള്ളതാണ് ആക്സിയൽ സ്കെലറ്റൺ, സൈഡിലേക്കുള്ളതാണ് അപ്പൻഡിക്കുലർ അല്ലെങ്കിൽ അക്ഷാസ്തികൂടം. സ്കൾ 29, സ്റ്റേർണം 1, റിബ്സ് 24, വെർട്ടിബിൾ കോളം 26, പെക്ടറൽ ഗേർഡിൽ 4, പെൽവിക് ഗേർഡിൽ 2, ഫോർലിംബ് 60 അല്ലേ? യെസ്, അപ്പൊ അത് പഠിച്ചു വെക്കണം, മറന്നു പോകരുത്. ബോണിന്റെ കാര്യത്തിൽ ഈ ഒരു ഫിഗർ ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഏറ്റവും പുറമെയുള്ള കവറിംഗ് ആണ് പെരിയോസ്റ്റിയം. ആൻഡ് ഇതിന്റെ ഉള്ളിൽ ബ്ലഡ് വെസൽസ് കാണാം. ബോണിലുള്ള സെൽ ഓർത്ത് വെക്കണം, ഡാമേജിന് റിപ്പയറിനൊക്കെ സഹായിക്കുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകളാണെന്ന് പഠിച്ചു വെക്കാം. കാർട്ടിലേജ് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാക്കണം, അത് ജോയിന്റ് ആണ്. സാധാരണയായിട്ട് ജോയിന്റ് തന്നിട്ടാണ് ചോദിക്കാറുള്ളത്, അത് ഞാൻ അവിടെ പറഞ്ഞുതരാം. പിന്നെ 3 ഓർത്തു വെക്കുക. എർത്ത് വോമിൽ ഹൈഡ്രോസ്കെലറ്റൻ, ക്രാബിൽ ഏതാണ് എക്സോസ്കെലറ്റൻ, ഗ്രാസ് ഹോപ്പറിലും എക്സോസ്കെലറ്റൻ തന്നെയാണ്. ഗ്രാസ് ഹോപ്പറിൽ പക്ഷേ കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രാബ് ആണെങ്കിലോ കാൽഷ്യം കാർബണേറ്റ്. നമ്മുടെ ബോഡിയിൽ അസ്ഥികൂടം അതെങ്കിൽ അത് എൻഡോസ്കെലറ്റനുമാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ജോയിന്റ്, ലിഗമെന്റ്, ക്യാപ്സ്യൂള്, കാർട്ടിലേജ്, പിന്നെ സൈനോവിയൽ മെമ്മറി. ഈ ചിത്രം എന്തായാലും 4 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. 4 ജോയിന്റ് ചിത്രം കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാലോ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഇത് വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിന്റ്. ഇത് കീലസന്ധി, പിവറ്റ് ജോയിന്റ്. ഇത് ഗ്ലൈഡിംഗ് ജോയിന്റ് ആണ്, തെന്നി നീങ്ങുന്ന സന്ധി. ദെൻ ഓസ്റ്റിയോപൊറോസിസ് കണ്ടോ, സുഷിരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? മസ്കുലർ ഡിസ്ട്രോഫി ആണ് കേട്ടോ. സോറി, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് കാർട്ടിലേജും സൈനോവിയൽ മെമ്പറേനും എന്ത് ചെയ്യുന്നു? നശിക്കുന്നതാണ്. പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഏതാണ്? സ്പ്രെയിൻ ആണ്, ഉളുക്ക് വരുന്നതാണ്. ഈ 2 ചിത്രം കണ്ടാൽ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. പിന്നെ മസ്കുലർ ഡിസ്ട്രോഫി പേശി ക്ഷയമാണ്, അത് ജീനുകളുടെ തകരാറ് മൂലമാണ്. പിന്നെ പ്ലാന്റ്സിലെ മൂവ്മെന്റ്സ് ആണ്. സൺലൈറ്റിന് നേരെ പോവുകയാണെങ്കിൽ അത് ഫോട്ടോട്രോപ്പിസം, റൂട്ട് വെള്ളത്തിന് നേരെ പോവുകയാണെങ്കിൽ അത് ഹൈഡ്രോട്രോപ്പിസം, ഗ്രാവിറ്റിക്ക് നേരെയാണെങ്കിൽ ജിയോട്രോപ്പിസം. ഇത് കണ്ടില്ലേ, ജലത്തിന് നേരെ പോകുന്നത് ഹൈഡ്രോട്രോപ്പിസം. ഇവിടെ നിങ്ങൾക്ക് കാണാം വള്ളി കയറി പോകുന്നത് ഹാപ്റ്റോട്രോപ്പിസം ആണ്. ഇവിടെ കെമിക്കൽസിന് നേരെയാണ്, അതുകൊണ്ട് കീമോട്രോപ്പിസം ഓർത്തു വെക്കാം. ക്ലിയർ? ഇനി റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് വരുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ടെസ്റ്റിസും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, പീനിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിലോ നമ്മുടെ ഓവറി ഉണ്ട്, ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് യൂട്രസ്, ഇത് ഫെലോപ്പിയൻ ട്യൂബ്, ദ സെർവിക്സ്, വജൈന. ഭാഗങ്ങൾ കണ്ടെത്താൻ പഠിക്കണം. പിന്നെ ഇത് മെൻസ്ട്രൽ സൈക്കിളിലുള്ള പീരീഡ് ആണ്. ആദ്യത്തെ 6-7 ദിവസം മെൻസ്ട്രേഷൻ നടക്കുന്ന ടൈമാണ്. പിന്നെ ഇതാ 13, 14, 15 ഈ ടൈമിലാണ് ഒവ്യുലേഷൻ നടക്കുന്നത്, അണ്ടം രൂപപ്പെടുന്ന സമയം. പിന്നീട് ആ ഭിത്തി ബ്രേക്ക് ആയി കഴിയുന്ന അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുന്ന ടൈമാണ് കാണുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക, സ്പേമും ഓവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ്. ബീജവും അതുപോലെ അണ്ടവും രൂപപ്പെട്ട് കൂടിച്ചേരുന്ന ഭാഗമാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഇവിടെ ഒവ്യുലേഷൻ നടക്കുന്നു, ഇവിടെയാണ് ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഉണ്ടാവുന്നത്. ആൻഡ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് ജോയിൻ ചെയ്യുന്നതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ 3 ഭാഗം പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ഈ 3 ഭാഗങ്ങൾ ഓർത്ത് വെക്കണം. ഈ ചിത്രം ഇതേപോലെ തന്നെ ചോദ്യം വന്നിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ പഠിക്കേണ്ടതാണ് ഈ ഒരു ഫിഗർ. പ്ലാസന്റ ഇതാണ്, അംബ്ലിക്കൽ കോഡ്, പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. 4 ഫംഗ്ഷൻസ് പഠിക്കണം. പ്ലാസന്റെ ആണ് ഓക്സിജനും അതുപോലെ ന്യൂട്രിയൻസും കാര്യങ്ങളും കൊടുക്കുന്നത്, വേസ്റ്റ് എക്സ്പെൽ ചെയ്യുന്നതും. ഈ പ്ലാസന്റെ കണക്ട് ചെയ്യുന്ന അംബ്ലിക്കൽ കോഡ് വഴിയാണ്. പ്ലാസന്റയിൽ നിന്നാണ് അംബ്ലിക്കൽ കോഡ് രൂപപ്പെടുന്നത്. ഓക്സിജൻ ന്യൂട്രിയൻസും കുട്ടിലേക്ക് എത്തിക്കുന്നു. അമ്നിയോട്ടിക് ദ്രവം എന്ത് ചെയ്യുന്നു? നിർജ്ജലീകരണം തടയുന്നു, ബാഹ്യ ശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫീറ്റസ് ട്രൈമസ്റ്ററിൽ. ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള മാറ്റങ്ങൾ, ഹാർട്ട് ബീറ്റ്, പിന്നെ ടോസ് ഉണ്ടാവുന്നത്, സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് മൂവ്മെന്റ് തുടങ്ങുന്നത്, കൺപോളുകൾ തുറക്കുന്നത്. പിന്നെ 3ാമത്തെ ട്രൈമസ്റ്ററിലാണ് ശ്വാസകോശം വിളിക്കുന്നത്, ബോഡി വെയിറ്റും ബോഡി ഡെവലപ്മെന്റും കംപ്ലീറ്റ് ആവുന്നത്.
പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ല്, ഇതാണ് ഡയഫ്രം എന്ന് പറയുന്നത്, ഇതാണ് സ്പെർമിസൈഡ്സ്, സ്പേംസിനെ നശിപ്പിക്കുന്നത്. ആൻഡ് ഇൻട്രയൂട്രൈൻ ഡിവൈസ് കാണാൻ പറ്റും, ഇംപ്ലാന്റേഷൻ തടയുന്നത്. പിന്നെ ട്യൂബെക്ടോമി കാണുന്നുള്ള ഫെലോപ്പിൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റ് കട്ട് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നതാണ്. കട്ട് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. കോണ്ടംസ് ഇതാണ്. വാസക്ടോമി എന്ന് പറയുന്നത് എന്താണ്, വാസ് ഡിഫറൻസ് ഒഴിവാക്കുന്നതാണ്. അപ്പം ഗർഭനിരോധന ഉറകള്, ഹോർമോൺ ഗുളികകള്, ഡയഫ്രം, പുംബീജ നാശിനികള്, ഗർഭാശയ ഉപകരണങ്ങള്, ട്യൂബക്ടോമി. ഫിഗർ തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ പഠിച്ചു വെക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കോസ് ചെയ്യുന്ന ഡിസീസ്, സെക്ഷൽ ട്രാൻസ്ഫർ ഡിസീസ് കോസ് ചെയ്യുന്നതാണ് HIV. ഫിഗർ തന്നാൽ ഐഡന്റിഫൈ ചെയ്യണം, ഗോണോകോക്കൈ, ദെൻ ട്രിപ്പനോമ പാലിഡം. ഇനി ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചതാണ് 3 ഡൊമൈൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇവിടെ ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയ കാണുന്നുണ്ടല്ലോ, അതിൽ 6 കിങ്ഡംസുമാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ പോരിഫറ, ചിത്രം തന്ന് നോക്കിയാൽ മനസ്സിലായാൽ മതി, സ്പോഞ്ച് പോലത്തെയാണ് പോരിഫറ. ഇതുപോലെ ഹൈഡ്ര കാണുന്നുണ്ടെങ്കിൽ നിഡേറി ആണെന്ന് ആലോചിക്കുക. പിന്നെ ഫ്ലാറ്റ് ആയ വേംസ് ആണ് പ്ലാറ്റി എൽമന്തസ്. പിന്നെ ഈ വളഞ്ഞതാണ് നെമറ്റോഡ. പിന്നെ അനിലിഡ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആർത്രോപോഡ, മുള്ളസ്ക, എക്കനോഡെർമേറ്റ. സ്റ്റാർ ഫിഷിനെ ഓർത്താൽ എക്കനോഡെർമേറ്റ, കോഡേറ്റ. ഇത് ചിത്രം തരുന്ന ചാൻസ് കുറവാണ്, എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളാം. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെക്സ്റ്റിലെ ചിത്രം തന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇത് ടെറിഡോഫൈറ്റ് ആണ്. ജിംനോസ്പേം, ആൻജിയോസ്പേം. ഈ ഫിഗർ തന്നിട്ട് ചോദിക്കൂ. പിന്നെ ഏറ്റവും ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതാണ്, വൈറസിന്റെ ചിത്രമാണ്. ഏറ്റവും പുറമെ ക്യാപ്സിഡും അകത്ത് ജനറ്റിക് മെറ്റീരിയൽ, ജനിതക വസ്തുവാണെന്ന് ആലോചിക്കുക. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എവല്യൂഷണറി ട്രീ ആണ്. അപ്പം ഇതുപോലൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണ് ചോദ്യം വരിക. അപ്പൊ ഈ ഭാഗങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓൾ ഇമ്പോർട്ടന്റ് ഡയഗ്രംസ് ആണ് നമ്മൾ കണ്ടത്. നന്നായിട്ട് തന്നെ ഈ ഭാഗം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. സോ സീ യു സൂൺ ഇൻ ദ ലൈഫ്. മക്കളെ ബൈ.